ഒരിക്കൽ ഒരാൾ ഒരു ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു, ഒരു കട തുടങ്ങാൻ തീരുമാനിച്ചു. സാമ്പ്രാണി വിൽക്കുന്ന കടയാണ്. ആ കടയുടെ മുന്നിൽ അദ്ദേഹം ഒരു ബോർഡ് തൂക്കി, സാമ്പ്രാണി തിരികൾ ഇവിടെ വിൽക്കപ്പെടും. അങ്ങനെ ബോർഡ് തൂക്കി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നല്ല കച്ചവടമായി, നല്ല ലാഭം കിട്ടി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് അയാളോട് ചോദിച്ചു, സാമ്പ്രാണി തിരികൾ ഇവിടെ വിൽക്കപ്പെടും എന്ന് പറയുന്ന ആ ഒരു ബോർഡിൽ ഒരു പന്തികേടില്ലേ? കാരണം സാമ്പ്രാണി എന്നതിൻ്റെ ആ ഒരു മണം ആസ്വദിച്ച് ജനങ്ങൾ എത്തിച്ചേരുന്നതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതുകൊണ്ട് സാമ്പ്രാണി എന്നുള്ളത് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ ഒന്ന് ചിന്തിച്ചു, ശരിയാണ്, ആ സാമ്പ്രാണി എന്നത് ഫീൽ ചെയ്തിട്ട് ആളുകൾ വരേണ്ടതാണ്, അതിൻ്റെ ആ സുഗന്ധം അത് അനുഭവിച്ച ആളുകൾ വരേണ്ടതാണ്. അങ്ങനെ സാമ്പ്രാണി എന്നുള്ള ആ ബോർഡിലെ സാമ്പ്രാണി എന്നുള്ള ഭാഗം മാറ്റുന്നു. തിരികൾ ഇവിടെ വിൽക്കപ്പെടും എന്നായി ആ ബോർഡ് മാറും. അങ്ങനെ കച്ചവടം മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു സുഹൃത്ത് വന്നു. അങ്ങനെ വീണ്ടും ഒരു സുഹൃത്ത് വന്ന് അദ്ദേഹം ചോദിച്ചു, തിരികൾ ഇവിടെ വിൽക്കപ്പെടും എന്നതിൽ എന്തോ ഒരു സുഖമില്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെയാണല്ലോ വിൽക്കുന്നത്. ഈ ബോർഡ് എവിടെയാണോ സ്ഥാപിച്ചിട്ടുള്ളത് ആ കടയിലാണല്ലോ വിൽക്കുന്നത്. പിന്നെ അവിടെ ഇവിടെ എന്ന് പറയുന്ന ഒന്ന് വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. ഉടമ ഒന്ന് ആലോചിച്ചു, തിരികൾ ഇവിടെ വിൽക്കപ്പെടും എന്നതിനേക്കാൾ നല്ലത് തിരികൾ വിൽക്കപ്പെടും എന്നുള്ളതാണ്. അങ്ങനെ വീണ്ടും ആ ബോർഡ് മാറ്റപ്പെടുന്നു, തിരികൾ വിൽക്കപ്പെടും എന്നുള്ളതാക്കി മാറ്റുന്നു, ഇവിടെ എന്നുള്ളത് ഒഴിവാക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നു, തിരികൾ വിൽക്കപ്പെടുമെന്നുള്ള ബോർഡ് ശരിയാണോ? കാരണം വിൽക്കാൻ തന്നെയാണല്ലോ വെച്ചേക്കുന്നത്, പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്താണോ ഇവിടെ വിൽക്കുന്നത്, അതായത് തിരിയാണ്, അപ്പൊ തിരിക്കട എന്ന് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വീണ്ടും ബോർഡ് മാറ്റി തിരിക്കട എന്ന ആ ഒരു പേര് വെച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സുഹൃത്ത് വന്നു. സുഹൃത്ത് ചോദിച്ചു, ഇതെന്താടാ തിരിക്കട എന്ന് പറയുന്ന ഒരു ബോർഡ്, ഇങ്ങനെ ഒരു ബോർഡിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ? കാരണം കുറേ നാളായില്ലേ ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട്. ഈ ഷോപ്പിൻ്റെ പേര് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ഇപ്പോൾ അറിയുന്നത്. അതായത് ഓരോ ആളുകൾ മറ്റുള്ളവരോട് പറഞ്ഞറിയുന്നതല്ലേ നല്ലത്. ഒരു ബോർഡൊക്കെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഉടമ ഒന്നും കൂടി ആലോചിച്ചു, ശരിയാണ്. അങ്ങനെ അദ്ദേഹം ഓരോ ആൾ പറയുന്ന വാക്കിനനുസരിച്ച് ബോർഡ് മാറ്റി മാറ്റി അവസാനം ആ ഒരു കട അടച്ചു പൂട്ടേണ്ട അവസ്ഥയിലേക്ക് എത്തി. നമ്മളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഓരോ ആളുടെ ഉപദേശവും നമ്മൾ കേട്ടിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ഒന്നും എത്താത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് നല്ലതാണോ മോശമാണോ, അത് നമുക്ക് ചേരുന്നതാണോ നമുക്ക് പറ്റിയതാണോ എന്ന് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു വിവേക ബുദ്ധി നമുക്കുണ്ടാകട്ടെ. ഹാവ് എ നൈസ് ഡേ.